നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഗമൺ വരാട്ടുമേട്ടിൽ ഭൂമാഫിയയുടെ അനധികൃത കയ്യേറ്റം നടക്കുന്നതായി പരാതി. റവന്യൂ ഭൂമി കയ്യേറി റിസോർട്ടും കൃഷിയും നടത്തുകയാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള കയ്യേറ്റക്കാർ. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച റോഡിൽ ഉപേക്ഷിച്ചു. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠൻ ചികിത്സയിൽ. ഇടുക്കി ലഹരി മാഫിയയുടെ അടിവേരിളക്കി ഓപ്പറേഷൻ തുഫാൻ. വെറും 18 ദിവസം അഴികൾക്കുള്ളിലായത് 177 പേർ. സംസ്ഥാന ബഡ്ജറ്റിൽ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന് പുതുതായി ലഭിച്ചത് ചെറുതും വലുതുമായ 38 നിർമ്മിതികൾ. പ്രളയത്തിൽ തകർന്ന കോട്ടാർ പാലവും സേനാപതി ഇല്ലിപ്പാലവും പുനർനിർമ്മിക്കുന്നതാണ് വലിയ പദ്ധതികൾ. വിശദമായ വാർത്തകളിലേക്ക്. വാഗമൺ വരാട്ടുമേട്ടിൽ അനധികൃത ഭൂമി കയ്യേറ്റം. വാഗമൺ വരാട്ടുമേട്ടിൽ ഭൂമാഫിയയുടെ അനധികൃത കയ്യേറ്റം നടക്കുന്നതായി പരാതി. റവന്യൂ ഭൂമി കയ്യേറി റിസോർട്ടും കൃഷിയും നടത്തുകയാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള കയ്യേറ്റക്കാർ. പരാതിയെ തുടർന്ന് പീരുമേട് എംഎൽഎ അഡ്വക്കേറ്റ് സിറിയക് തോമസ് സ്ഥലം സന്ദർശിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനടുത്ത് ഏറ്റവും ആകർഷകമായ കാഴ്ച സമ്മാനിക്കുന്ന സ്ഥലമാണ് വരാട്ടുമേട്. ഇവിടെ കുറച്ചുനാളുകളായി അനധികൃത കയ്യേറ്റം നടക്കുന്നതായി പരാതി ഉയർന്നിട്ട് പട്ടയഭൂമി വാങ്ങിയ ശേഷമാണ് റവന്യൂ ഭൂമി കയ്യേറുന്നത്. റിസോർട്ട് നിർമ്മാണവും പട്ടയഭൂമിയിൽ നിന്ന് മണ്ണിട്ട് പാറ നികത്തി കൃഷിയും ആരംഭിച്ചിട്ടുണ്ട്. 2 സ്വകാര്യ വ്യക്തികൾ ഇവിടേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷമാണ് ഭൂമി കയ്യേറ്റം നടത്തിയത്. പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും പഞ്ചായത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലമല്ലാത്തതിനാൽ കളക്ടർക്ക് പഞ്ചായത്ത് പരാതി നൽകുകയും നിർമ്മാണം നിർത്തിവെക്കുവാൻ കളക്ടർ ഉത്തരവിടുകയും ചെയ്തു. ഈ ഉത്തരവിന് പുല്ലുവില നൽകി നിർമ്മാണം തകൃതിയായി നടക്കുകയാണ്. ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ് എംഎൽഎ സിറിയക് തോമസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിനെ തുടർന്ന് എംഎൽഎയും പഞ്ചായത്ത് പ്രസിഡന്റും എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. റവന്യൂ ഭൂമി അത് ആര് കയ്യേറിയെങ്കിലും അത് സംസ്ഥാന സർക്കാർ അത് ഒഴിപ്പിച്ചിരിക്കും. നമുക്ക് ഇവിടെ ഈ വ്യൂ പോയിൻ്റ് ഒരു വളർന്നു വരുന്ന ഒരു പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ്. ഇവിടെ വളരെയധികം വികസന സാധ്യതകളുള്ളൊരു പ്രദേശമാണ്. സർക്കാർ തന്നെ ഇത് ഏറ്റെടുത്ത് ഇവിടെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഉയർത്തണം. സർക്കാർ ഭൂമി കയ്യേറാൻ ആരെയും അനുവദിക്കുന്നില്ല എന്നും വരാട്ടുമേട്ടിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രമായ ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പ്രഖ്യാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. ഏലപ്പാറ വാഗമൺ വില്ലേജുകളിൽ പെട്ട ഭൂമിയാണ് വരാട്ടമേട്. 2 വില്ലേജുകളിൽ ഉൾപ്പെട്ടതായതിനാൽ റവന്യൂ അധികൃതർ ശ്രദ്ധിക്കാത്തതും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടക്കുന്നതെന്നും ആരോപണമുണ്ട്. സിറ്റി വിഷൻ ഉപ്പുതറ. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച റോഡിൽ ഉപേക്ഷിച്ചു. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠൻ ചികിത്സയിൽ. 3 പേർ ചേർന്ന സംഘമാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. പ്രതികൾ അറസ്റ്റിൽ. മണികണ്ഠന്റെ ബന്ധുക്കളും സഹോദരങ്ങളുമായ ഉടുമ്പൻചോല മാൻകുത്തിമേട് തുളസിക്കരികിൽ വീട്ടിൽ മഹേഷ്, അശ്വിൻ, കൊച്ചറ സ്വദേശി നിതീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചോടെയാണ് സംഭവം. 3 പേർ ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് മണികണ്ഠൻ പോലീസിനോട് പറഞ്ഞത്. ആക്രമണത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ഇടത് കൈക്കാണ് വെട്ടേറ്റത്. ഉടുമ്പൻചോലയ്ക്ക് സമീപമുള്ള ഒട്ടാത്തിയിൽ നിന്നും മണികണ്ഠനെ മാൻകുത്തിമേട്ടിലേക്ക് 3 ചേർന്ന് വിളിച്ചു വരുത്തി. തുടർന്ന് 3 ചേർന്ന് വെട്ടി പരിക്കേൽപ്പിക്കുകയും മണികണ്ഠൻ സഞ്ചരിച്ച ജീപ്പിന്റെ പിറകിൽ ഇയാളെ ഇടുകയുമായിരുന്നു. തുടർന്ന് ഇതേ ജീപ്പിൽ തന്നെ തേവാരംമെട്ടിന് സമീപമുള്ള ഇറക്കത്തിൽ വാഹനം ന്യൂട്രലാക്കിയ ശേഷം വാഹനം തള്ളിവിട്ടു. കൊക്കയിലേക്ക് പോകാതെ വാഹനം മരത്തിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു. രാവിലെ ഇതുവഴി വന്ന നാട്ടുകാരാണ് വാഹനാപകടം നടന്നതായി പോലീസിൽ വിളിച്ചറിയിച്ചത്. ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ആക്രമണത്തിന്റെ വിവരങ്ങൾ മനസ്സിലാവുന്നത്. ആദ്യം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ച മണികണ്ഠനെ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു. കുടുംബപരമായ തർക്കങ്ങളാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. സിറ്റി വിഷൻ ഉടുമ്പൻചോല. ഇടുക്കിയിൽ ലഹരി മാഫിയയുടെ അടിവേരിളക്കി ഓപ്പറേഷൻ തുഫാൻ.
വെറും 18 ദിവസം. അഴികൾക്കുള്ളിലായത് 177 പേർ. ജില്ലയിലുടനീളം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 164 കേസുകൾ. സംശയാസ്പദമായ സാഹചര്യത്തിൽ പരിശോധിച്ചത് 4367 പേരെ. 14.246 കിലോ കഞ്ചാവും മാരക രാസലഹരിയായ MDMAയും പിടിച്ചെടുത്തു. അതിർത്തികളിൽ പുലർച്ചെ മുതൽ കനത്ത പരിശോധന. അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ജൂൺ 2-നാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിക്കുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹൈറേഞ്ചിലെ ലഹരി വിപണന ശൃംഖലകളുടെ അടിവേരിളക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ 4367 ആളുകളെയാണ് പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ലഹരി മരുന്നുകളുടെ കടത്തും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആകെ 164 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും ലഹരി മാഫിയയിലെ കണ്ണികളായ 177 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ലഹരി വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് വിവിധ റെയ്ഡുകളിലൂടെ പോലീസ് കണ്ടെടുത്തത്. 6.3 ഗ്രാം രാസലഹരിയായ MDAയും 14 കിലോഗ്രാമിലധികം കഞ്ചാവും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വീട്ടുപറമ്പുകളിലും തോട്ടങ്ങളിലും രഹസ്യമായി വളർത്തിയിരുന്ന 9 കഞ്ചാവ് ചെടികളും വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന 77 കഞ്ചാവ് ബീഡികളും പോലീസ് പിടിച്ചെടുത്തു. തമിഴ്നാട് അതിർത്തികളിൽ നിന്ന് തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളും ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷറി അന്തർ സംസ്ഥാന ബസ്സുകളും കേന്ദ്രീകരിച്ച് പുലർച്ചെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയങ്ങളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഞ്ചാവ്, ഗുഡ്ക, പാൻപരാഗ്, ശംഭു തുടങ്ങിയ നിരോധിത പുകയില ലഹരി ഉൽപ്പന്നങ്ങൾ ജില്ലയിലേക്ക് കടത്തുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി വസ്തുക്കളുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനായി തമിഴ്നാട്ടിലെ ഉത്തമപാളയം പോലുള്ള വിതരണ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് അയൽ സംസ്ഥാന പോലീസുമായി ചേർന്നുള്ള സംയുക്ത അന്വേഷണവും പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പുമായി ചേർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ കമ്പൈൻഡ് റെയ്ഡുകൾ നടത്താനും പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് വളരെ വളരെ വിജയകരമായിട്ടാണ് പുരോഗമിക്കുന്നത്. പൊതുജനങ്ങൾ വളരെ സപ്പോർട്ടീവായിട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് അതുപോലെ തന്നെ സ്കൂള്, കോളേജ്, ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള യുവാക്കളിൽ ഇത് പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനുള്ള ക്ലാസ്സുകളും ക്യാമ്പയിനുകളും ഒക്കെ സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. ഇത് വളരെ വിജയമെന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. കേവലം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനപ്പുറം യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഈ വിപത്തിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന വലിയ ലക്ഷ്യവും ഓപ്പറേഷൻ തൂഫാനിലുണ്ട്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലായി 189 ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളാണ് പോലീസ് വിജയകരമായി സംഘടിപ്പിച്ചത്. നിയമപ്രകാരം 1 കിലോഗ്രാം വരെയുള്ള കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതിനാൽ ചെറിയ അളവിൽ ലഹരിയുമായി പിടിക്കപ്പെടുന്ന ചെറുപ്പക്കാരെ കൗൺസിലിങ്ങിലൂടെയും എക്സൈസ് വകുപ്പിന്റെ വിമുക്തി പദ്ധതിയിലൂടെയും ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള കർശനമായ തിരുത്തൽ നടപടികൾക്കും പോലീസ് മുൻഗണന നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വരും ദിവസങ്ങളിലും ജില്ലയിലുടനീളം കൂടുതൽ ശക്തമായി തുടരുമെന്ന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി. സംസ്ഥാന ബഡ്ജറ്റിൽ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന് പുതുതായി ലഭിച്ചത് ചെറുതും വലുതുമായ 38 നിർമ്മിതികൾ. പ്രളയത്തിൽ തകർന്ന കൂട്ടാർ പാലവും സേനാപതി ഇല്ലിപ്പാലവും പുനർനിർമ്മിക്കുന്നതാണ് വലിയ പദ്ധതികൾ. ഇതേസമയം നെടുങ്കണ്ടത്തിന് ലഭിച്ചത് കൈനിറയെ പദ്ധതികളാണ്. നെടുങ്കണ്ടത്ത് സർക്കാർ ജീവനക്കാർക്ക് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ, ജില്ലാ ആശുപത്രിയിലെ സ്റ്റാഫുകൾക്ക് താമസമൊരുക്കുവാൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ജില്ലാ ആശുപത്രിയിൽ പാർക്കിംഗ് ഗ്രൗണ്ട്, നെടുങ്കണ്ടം ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ റിക് റോഡ് എന്നിവയാണ് നെടുങ്കണ്ടത്തിന് ലഭിച്ച പ്രധാന പദ്ധതികൾ. ആദ്യമായി ഒരു ബജറ്റിൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അത് പരാമർശിച്ചിരിക്കുകയാണ്. ഈ ബജറ്റിൻ്റെ 45-ാം പേജിൽ മലയോര മേഖലയിൽ ബഹുവിള കൃഷിരീതി പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. നമ്മുടെ നാട്ടിൽ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്ന തോട്ടങ്ങളിൽ ബഹുവിള കൃഷികൾ നടത്താനുള്ള അനുമതികൾ എന്ന് പറഞ്ഞാൽ തേയില മാത്രം കൃഷി ചെയ്തിരുന്നിടത്ത് ഇനി മറ്റ് വിളകൾ കൂടി കൃഷി ചെയ്യാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതോടൊപ്പം മലയോര മേഖലയിലെ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹാരം കാണും.
ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ് 1964 റൂൾ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപ്പര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. അതോടൊപ്പം പട്ടയ ഭൂമിയിൽ ഏലം കൃഷിക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഏതോ ചില സംഘടനകൾ ആരോപിക്കുന്നുണ്ടായി. ഞാൻ അവരോട് പറയുകയാണ്, പട്ടയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ല എന്ന പഴയ സർക്കാരിൻ്റെ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. എന്ന് പറഞ്ഞാൽ ഏലത്തോട്ട പട്ടയ സ്ഥലങ്ങളിലും മറ്റ് നിർമ്മിതികൾക്ക് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ച് നൽകും. ഇതാണ് ബജറ്റിൽ മലയോരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ ബജറ്റിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബജറ്റിൽ ഇത്തരമൊരു കാര്യം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബജറ്റിലെ കാര്യങ്ങൾ നടപ്പിലാകുന്നതോടുകൂടി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ 100% പരിഹരിക്കപ്പെടും എന്നാണ് ഗവൺമെൻറ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്, ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല യോഗദിന പരിപാടികൾ സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. യോഗ പ്രദർശനവും നടന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണത്തിന് യോഗയുടെ പ്രാധാന്യം സംബന്ധിച്ച ഉദ്ഘാടന പ്രസംഗത്തിൽ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു വിവരിച്ചു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ യോഗ മികച്ച മാർഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാലഘട്ടത്തിലാണ് യോഗയുടെ ഒരു പ്രസക്തി. ഇത് ചില കാലഘട്ടങ്ങളിലൊക്കെ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇത് മതപരമായിട്ടുള്ളതാണ്, ഇതേതെങ്കിലും പ്രത്യേക ജനവിഭാഗത്തിൻ്റെത്. അങ്ങനെയല്ല, ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതും അതോടൊപ്പം ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് മാനസികവും ശാരീരികവുമായ നല്ല ആരോഗ്യവും അതോടൊപ്പം തന്നെ അവൻ്റെ ചുറുചുറുക്കും ഒക്കെ നിലനിർത്തുന്നതിന്, യൗവനം പോലും നിലനിർത്തുന്നതിന് ഇത് സഹായകരമാണ് എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് പങ്കെടുത്തവർക്കായി വിവിധ യോഗാസനങ്ങളുടെ പരിശീലനവും പ്രദർശനവും നടത്തി. എല്ലാ വർഷവും ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. ആരോഗ്യവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്ക് ജനങ്ങളെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജീന KK, ഡോക്ടർ ശ്രീധരൻ KS, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി KK, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ഞാലിപ്പൂവൻ ഉൾപ്പെടെയുള്ള ചെറുപഴങ്ങളുടെ വിലയിൽ വൻ ഇടിവ്. നിലവിൽ 1 കിലോഗ്രാം പഴത്തിന് 50 രൂപ മാത്രമാണ് വിപണിയിൽ ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ 100 രൂപയിലധികം വില ലഭിച്ചിരുന്ന ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കുറഞ്ഞത്. ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചതും കയറ്റുമതി കുറഞ്ഞതുമാണ് വില തകർച്ചയ്ക്ക് പ്രധാന കാരണമായി വ്യാപാരികളും കർഷകരും ചൂണ്ടിക്കാട്ടുന്നത്. വിപണിയിൽ പഴങ്ങളുടെ ലഭ്യത വർദ്ധിച്ചതോടെ ആവശ്യത്തിനനുസരിച്ച് വിൽപ്പന നടക്കാതെ സാഹചര്യമാണുള്ളത്. ഇപ്പം ചെറുപഴത്തിന് ഡിമാൻഡ് കുറവാണ്. ഒന്നാമത് മഴ സീസൺ, രണ്ടാമതായിട്ട് ഇവിടെ വാഴക്കുല എല്ലായിടത്തു നിന്നും കൃഷിക്കാരിൽ നിന്ന് നല്ലപോലെ വരുന്നു. അപ്പോൾ അന്നേരം ഇത് പുറത്തേക്ക് കയറി പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ആഭ്യന്തര ഉപയോഗം കഴിഞ്ഞിട്ട് സാധനം മിച്ചമാണ് വരുന്നത്. അതുകൊണ്ട് പഴത്തിന് പഴയ ഡിമാൻഡ് ഇല്ല. ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട്. വിലയിടിവ് മൂലം ചെറുകിട കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. ഉൽപാദന ചെലവ് പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു. സർക്കാർ ഇടപെട്ട് വിപണി സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. സിറ്റി വിഷൻ, രാജകുമാരി. നെടുങ്കണ്ടം അഗ്നിരക്ഷാ നിലയത്തിന് പുതുതായി അനുവദിച്ച മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ നാടിന് സമർപ്പിച്ചു. ഉടുമ്പൻചോല നിയോജക മണ്ഡലം MLA സേനാപതി വേണു വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു.
ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, കിണറപകടങ്ങൾ, മരം വീണുള്ള അപകടങ്ങൾ മുതലായ പ്രകൃതി ദുരന്തങ്ങളിൽ സേനയുടെ വലിയ വാഹനം എത്താൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ സേനാംഗങ്ങളെയും സേനയുടെ ഉപകരണങ്ങളെയും എത്തിച്ച് വളരെ വേഗം രക്ഷാപ്രവർത്തനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറിയ വാഹനങ്ങൾ മലയോര മേഖലയിലെ ഫയർ സ്റ്റേഷനുകളിൽ അനുവദിച്ചത്. ദുരന്തമുഖങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനും ഈ വാഹനം ഉപകാരപ്രദമാണ്. ഉടുമ്പൻചോല MLA സേനാപതി വേണു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. അപ്പോൾ റോഡുകൾ പരിമിതമായ സ്ഥലത്ത്, വലിയ കുന്ന് കയറ്റങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ഓടിയെത്തുന്നതിനുള്ള അത്യന്താധുനിക സൗകര്യമുള്ള വാഹനമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത്യഹിതങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷേ മനുഷ്യനുള്ളിടത്തോളം കാലം ഇതുണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചടങ്ങിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R. രാമചന്ദ്രൻ, സ്റ്റേഷൻ ഓഫീസർ ബിജു P. തോമസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് ജോസഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAയ്ക്കും ഇടുക്കി MLA റോയി K. പൗലോസിനും സ്വീകരണം നൽകി. 12 സീറ്റിൽ മത്സരിച്ച ഒന്നുപോലും ലഭിക്കാതെ ഒരു കൂട്ടം നിലം പൊത്തിയപ്പോൾ യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്നും യഥാർത്ഥ നേതാവ് ആരാണെന്നും ജനങ്ങൾ മനസ്സിലാക്കിയെന്നും സ്വീകരണത്തിന് മറുപടിയായി അബു ജോൺ ജോസഫ് പറഞ്ഞു. കേരള സർക്കാർ ചീഫ് വിപ്പായി ചുമതലയേറ്റ
അബു ജോൺ ജോസഫ് MLAയ്ക്കും ഇടുക്കി MLA റോയി കെ പൗലോസിനുമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരണമൊരുക്കിയത്. ചെറുതോണിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ എതിർവിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അബു ജോൺ ജോസഫ് ഉന്നയിച്ചത്. എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കടന്നുകയറി ഉജ്ജ്വല വിജയം സ്വന്തമാക്കാൻ പാർട്ടിക്ക് സാധിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. 5 വർഷക്കാലം കർഷകന്റെ പാർട്ടിയാണ് എന്നും പറഞ്ഞ ഒരു ഭരണകൂടത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിലെ ചെറുവിരൽ പോലും അനക്കാതെ ഒരു മേഖലയിലെ ഒരു വിഷയത്തിൽ ഇടപെടാം 250 രൂപ വാഗ്ദാനം ചെയ്ത കർഷകർക്ക് റബ്ബറിന്റെ കാര്യത്തില് ഒരക്ഷരം പോലും ആ മുന്നണിയിലോ ആ മുന്നണി സംവിധാനത്തിലുണ്ടായിരുന്ന നിയമസഭയിലെ ഒരിയാളാണ് കർഷകർക്ക് പുറംതിരിഞ്ഞു നിന്നപ്പോ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ 12 സീറ്റിൽ ഒന്നുപോലും ജയിക്കാതെ ഒരു കൂട്ടം നിലം പൊത്തിയപ്പോ സ്വീകരണ സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ പ്രവർത്തകർക്ക് പാർട്ടി മെമ്പർഷിപ്പും വിതരണം ചെയ്തു. ജില്ലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കച്ചുകൊരോട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം തോമസ് പെരുമന മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കന്മാരായ MJ കുര്യൻ, സംസ്ഥാന സെക്രട്ടറിമാരായ M മോനിച്ചൻ, ബെന്നി പുതുപ്പള്ളി തുടങ്ങിയ നിരവധി നേതാക്കൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൻ പ്രവർത്തക പങ്കാളിത്തമാണ് സ്വീകരണ പരിപാടിയിലുണ്ടായത്. സിറ്റി വിഷൻ, ഇടുക്കി. മനുഷ്യത്വത്തിന്റെ സേനാപതിമാർക്ക് പൂപ്പാറയിൽ ആദരം. മുരിക്കുംതട്ടിയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പൂപ്പാറ സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ എന്ന 22-കാരന്റെ ജീവൻ പൊലിഞ്ഞ വാർത്ത നാടിനെ നൊമ്പരപ്പെടുത്തുമ്പോഴും തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നടുവിൽ മനുഷ്യത്വത്തിന്റെ വലിയൊരു മാതൃക തീർത്ത പൂപ്പാറ അടിമാലി സർവീസ് നടത്തുന്ന സേനാപതി ബസ്സിലെ ജീവനക്കാരായിരുന്നു. ആംബുലൻസിനായി കാത്തുനിൽക്കാതെ സ്വന്തം ബസ്സിലെ യാത്രക്കാരുടെ അനുമതിയോടെ പരിക്കേറ്റ 3 യുവാക്കളെയും താങ്ങിയെടുത്ത ആശുപത്രിയിലേക്ക് പാഞ്ഞ ആ സന്മനസ്സുകളെ പൂപ്പാറയിലെ വ്യാപാരികൾ നെഞ്ചിലേറ്റുകയാണ്. രാജകുമാരി മുരിക്കുംതൊട്ടിയിലുണ്ടായ ദാരുണമായ ബൈക്ക് അപകടത്തിൽ ചോരയിൽ കുളിച്ചു കിടന്ന പൂപ്പാറ സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ, വിശ്വ, ആൽബിൻ എന്നിവരെ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന സാഹചര്യത്തിലാണ് സേനാപതി ബസ്സിലെ ഡ്രൈവർ കൊന്നത്തടി സ്വദേശി സുധീഷ് P. രമേശും കണ്ടക്ടർ അടിമാലി സ്വദേശി മനു ബിനോയിയും രക്ഷകരായി അവതരിച്ചത്. യാത്രക്കാരുടെ പൂർണ്ണ പിന്തുണയോടെ ഒട്ടും സമയം കളയാതെ അവരെ സ്വന്തം ബസ്സിൽ കയറ്റി ആശുപത്രിയിലെത്തിക്കാൻ ഈ യുവാക്കൾ കാണിച്ച ധീരതയ്ക്കുള്ള സ്നേഹാദരമാണ് പൂപ്പാറയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഇവർക്ക് സമ്മാനിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പൂപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകിയത്. കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിറ്റ് ജനറൽ സെക്രട്ടറി രാഹുലിന്, അതുപോലെ തന്നെ ഫോട്ടോ അങ്ങോട്ട് യൂത്ത് വിംഗ് പ്രസിഡന്റ് അരുൺ ചന്ദ്രൻ, സെക്രട്ടറി രാഹുൽ, ട്രഷറർ നിസാർ, യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ജോയി ജോസഫ്, ജനറൽ സെക്രട്ടറി സലീം, ട്രഷറർ കനി, ജില്ലാ കൗൺസിലർ സുധീർ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. ഇടുക്കി രാജാക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട ശശി ഇനിയില്ല. നാട്ടിൽ ആരു മരിച്ചാലും ആരും വിളിക്കാതെ ഓടിയെത്തിയിരുന്ന ശശിയുടെ വിയോഗവും രാജാക്കാടിനെന്നും ഒരു നൊമ്പരമാണ്. തെരുവിൻ്റെ വരാന്തകളിൽ അന്തിയുറങ്ങിയിരുന്ന ആ പാവം മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തൻ്റെ പഴയ തുണിസഞ്ചിയിൽ ബാക്കി വെച്ചത് 1,00,000-ലധികം രൂപയാണ്. രാജാക്കാട് ടൗണിലെ തിരക്കുകൾക്കിടയിലൂടെ ആരോടും പരിഭവമില്ലാതെ ഒരക്ഷരം പോലും മിണ്ടാതെ നടന്നു നീങ്ങിയിരുന്ന പുതുശ്ശേരിയിൽ ശശി എന്ന 64-കാരൻ്റെ ഓർമ്മകളിലാണ് ഈ നാടിപ്പോൾ. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലായിരുന്നു ശശിയുടെ അന്ത്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജാക്കാട് പഞ്ചായത്ത് അധികൃതർ നടത്തിയ തിരച്ചിലിലാണ് കണ്ടുനിന്നവരുടെ കണ്ണ് നിറയിച്ച ആ കാഴ്ച കണ്ടത്. ടൗണിലെ ജുവലറിയോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിലായിരുന്നു ശശി തൻ്റെ തുണിസഞ്ചി സൂക്ഷിച്ചിരുന്നത്.
ആ പഴയ സഞ്ചി തുറന്ന അധികൃതർ ഞെട്ടിപ്പോയി. കഠിനാധ്വാനം ചെയ്തും പലരും സഹായമായി നൽകിയും കിട്ടിയ തുക ഒന്നിനും ചിലവാക്കാതെ ആ പാവം മനുഷ്യൻ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും എല്ലാം നോട്ടുകളായി 1,15,751 രൂപയാണ് ആ സഞ്ചിയിൽ അവശേഷിച്ചിരുന്നത്. ആർക്കും ഭാരമാകാതെ ജീവിച്ച ആ മനുഷ്യൻ സൂക്ഷിച്ചുവെച്ച ഈ സമ്പാദ്യം എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ കണ്ടുനിന്ന വ്യാപാരികളുടെയും നാട്ടുകാരുടെയും നെഞ്ച് വിങ്ങുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പാലക്കാട് ഗവൺമെന്റിന്റെ നിലയിൽ അവശനായി കഴിഞ്ഞിരുന്ന ശശിയെ രാവിലെ 7 മണിക്ക് സെന്റ് ജോൺസ് ആശുപത്രി കൊണ്ടുപോയി അവിടെ ഡോക്ടറെ പരിശോധിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 2 കിഡ്നിയും തകരാറായി എന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ട്. ഇതിനുശേഷം ഇവിടെ ചികിത്സയില്ലാത്തത് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ശശിയുടെ സഹോദരി തൊടുപുഴ താമസിക്കുന്ന തങ്കമണിയും സരസമ്മയും എന്ന് പറയുന്ന 2 സഹോദരിമാരാണ് കഴിഞ്ഞ 8 ദിവസത്തോളമായിട്ട് ആശുപത്രിയിൽ നിന്ന് ഈ ശശിയെ സംരക്ഷിച്ചു. അതിന് 4 ദിവസം കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലെ അസൗകര്യങ്ങൾ കൊണ്ട് തൊടുപുഴ താലൂക്ക് ആശുപത്രി കൊണ്ടുവരികയും ഇന്നലെ 4 മണിയോടുകൂടി ശശി മരിക്കപ്പെടുകയുമാണ് ചെയ്തത്. പണമുണ്ടായിട്ടും തെരുവിന്റെ വരാന്തകളിൽ അന്തിയുറങ്ങിയ ശശി രാജാക്കാട്ടുകാർക്കിന്നും വലിയൊരു അത്ഭുതമായിരുന്നു. നാട്ടിൽ എവിടെയൊരു മരണം നടന്നാലും എത്ര ദൂരത്താണെങ്കിലും ശശി അവിടെ കൃത്യമായി എത്തും. കയ്യിലൊരു മൊബൈൽ ഫോണില്ല, ആരോടും സംസാരിക്കാറുമില്ല. എന്നിട്ടും ഈ മരണവാർത്തകൾ ശശി എങ്ങനെ അറിഞ്ഞിരുന്നു എന്ന ഇന്നും ഒരു നിഗൂഢതയാണ്. മരണവീടുകളിലെത്തിയാൽ ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ ഒരു നിശബ്ദ സാക്ഷിയായി അദ്ദേഹം ഉണ്ടാകും. സംസ്കാരം കഴിഞ്ഞ എല്ലാവരും പിരിഞ്ഞുപോയ ശേഷമേ ആ കാൽപ്പാടുകൾ അവിടെ നിന്ന് മടങ്ങാറുള്ളൂ. അസുഖബാധിതനായ ശശിയെ രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങണി രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഒടുവിൽ മരണം ആ ജീവനെ കൊണ്ടുപോയപ്പോൾ സ്വന്തമെന്നു പറയാൻ ആരുമില്ലാതിരുന്ന ആ മനുഷ്യന് രാജാക്കാട് ശ്മശാനത്തിൽ പഞ്ചായത്ത് അധികൃതർ ഔദ്യോഗികമായി വിട നൽകി. സഞ്ചിയിൽ നിന്ന് ലഭിച്ച തുക ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് കൈമാറാനാണ് തീരുമാനം. ശശി എല്ലാവരോടും ചോദിച്ച് കൈനീട്ടി വാങ്ങിച്ച് മടക്കി ചുരുട്ടി അതൊന്ന് വിടർത്തിയെടുക്കാൻ ഞങ്ങൾ പറഞ്ഞ പോലെ മണിക്കൂറുകൾ എടുക്കേണ്ടി വന്നു. അത്രയും തുക എന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കണം, ആർക്ക് എവിടെ എത്തിക്കണം എന്നുള്ള കാര്യം 2-3 ദിവസത്തിനുള്ളിൽ അത് അറിയിക്കുന്നതായിരിക്കും. മറ്റുള്ളവരുടെ മരണങ്ങളിൽ കണ്ണീരാകാൻ ഓടിയെത്തിയിരുന്ന ശശിക്ക് വിട നൽകുമ്പോൾ രാജാക്കാട് ടൗണിന്റെ നെഞ്ച വിങ്ങുകയാണ്. ഇനിയൊരു മരണ വീടുകളിലും ആരും തിരക്കാതെ വന്നിരിക്കാൻ ആ നിശബ്ദ സാന്നിധ്യം ഉണ്ടാകില്ല. സിറ്റി വിഷൻ, രാജാക്കാട്. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കായുള്ള ശാക്തീകരണ പരിപാടി നടത്തപ്പെട്ടു. വാർഡ് കൗൺസിലർ ആതിര ജോഷി യോഗം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രതീക്ഷാ ഭവൻ തൊടുപുഴയും ചാവഗിറി CMI സ്പെഷ്യൽ സ്കൂളും സംയുക്തമായി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കായുള്ള ശാക്തീകരണ പരിപാടി തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രതീക്ഷാ ഭവൻ സ്കൂൾ പ്രിൻസിപ്പൽ സി ഹണി വി ഫ്രാൻസിസ് ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. വാർഡ് കൗൺസിലർ ആതിര ജോഷി യോഗം ഉദ്ഘാടനം ചെയ്തു. ചാവറഗിരി CMI സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ജോയി, CMI പ്രതീക്ഷാ ഭവൻ ലോക്കൽ മാനേജർ സി മേരി ജോൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രമുഖ ശുശ്രൂഷ, ലൈംഗിക വിദ്യാഭ്യാസം, വ്യക്തിഗത വിദ്യാഭ്യാസ പദ്ധതി, വിഷ്വൽ ഫെഡ്യൂൾ എന്നിവയെക്കുറിച്ച് ഡോക്ടർ അരുൺ, സ്മിത A, അശ്വതി ചന്ദ്രൻ, അഞ്ജലി KM എന്നിവർ ക്ലാസുകൾ നയിച്ചു. പ്രതീക്ഷാ ഭവൻ PTA പ്രസിഡന്റ് ശ്രീ ടിജിൻ ടോം നന്ദി അറിയിച്ചു സംസാരിച്ചു. സിറ്റി വിഷൻ, തൊടുപുഴ. സേനാപതിയിൽ ലോകകപ്പ് ആരവം. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി പ്രഖ്യാപിച്ച വിദ്യാർത്ഥിപ്പട. ലോകകപ്പിന്റെ മാസ്മരിക ആവേശം നാടെങ്ങും കൊടുമ്പിരി കൊണ്ടിരിക്കെ ഫുട്ബോൾ ചുരത്തെ നാടിന്റെ നന്മയ്ക്കായുള്ള വലിയൊരു സന്ദേശമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമം. സേനാപതി മാർബേസിൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഒപ്പം പ്രദേശത്തെ പൊതുസമൂഹവും കൈകോർത്തപ്പോൾ രൂപപ്പെട്ടത് വേറിട്ടൊരു ഫുട്ബോൾ ഉത്സവമാണ്. കളിയാവേശത്തോടൊപ്പം ലഹരിക്കെതിരെ കായികരംഗം എന്ന ശക്തമായ സന്ദേശവും ഉയർത്തിപ്പിടിച്ചാണ് ഇവർ ട്രാക്കിലിറങ്ങിയത്. ഹലോ
ലോകകപ്പിന്റെ മാസ്മരിക ആവേശം ആഗോളതലത്തിൽ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ഇടുക്കിയുടെ വിദൂര ഗ്രാമമായ സേനാപതിയും ഫുട്ബോൾ ലഹരിയിൽ വാനോളമുയർന്നു. കളിക്കളത്തിലെ ആവേശത്തെ നാടിന്റെ നന്മയ്ക്കായുള്ള വലിയൊരു സന്ദേശമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെയുള്ള മാർബീസിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ഫുട്ബോൾ ആവേശം വെറുമൊരു കളി മാത്രമല്ല, ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം കൂടിയാണെന്ന് തെളിയിക്കുന്ന വേറിട്ടൊരു കാഴ്ചയാണ് സേനാപതിയിൽ കണ്ടത്. വിദ്യാർത്ഥികൾക്കൊപ്പം പ്രദേശത്തെ പോലീസ്, എക്സൈസ് വകുപ്പുകൾ, ഗ്രാമപഞ്ചായത്ത്, പ്രാദേശിക ക്ലബ്ബുകൾ, പ്രമുഖ ഫുട്ബോൾ പരിശീലകർ എന്നിവരെല്ലാം ഈ കായികമാമംഗത്തിനായി ഒന്നിച്ച് അണിനിരന്നു. വിവിധ രാജ്യങ്ങളുടെ വർണ്ണശബളമായ ജേഴ്സികൾ അണിഞ്ഞ മേളപ്പെരുക്കത്തോടെ സ്വന്തം പ്രിയപ്പെട്ട ടീമുകൾക്കായി ദിഗംബരം പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് കുട്ടികൾ സേനാപതി ടൗണിലേക്ക് റാലി നടത്തിയത്. ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ആവേശം തിരതള്ളിച്ച ഈ മാസ്മരിക റാലിയിൽ ലോക ഫുട്ബോൾ രാജാക്കന്മാരായ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരുടെ പടുകൂറ്റൻ കട്ടൗട്ടുകളും കുട്ടികളോടൊപ്പം അണിനിരന്നു. പ്രദേശത്തെ ക്ലബ്ബുകളും ശബ്ദ സന്നിവേശ കലാകാരന്മാരും ഒത്തുചേർന്നതോടെ ടൗൺ മുഴുവൻ വർണ്ണപ്പെരുമഴ പെയ്ത ആഘോഷവേദിയായി മാറി. ആഘോഷങ്ങൾക്കപ്പുറം വലിയൊരു സാമൂഹിക സന്ദേശമാണ് ഈ കൂട്ടായ്മ സമൂഹത്തിന് മുന്നിൽ വെച്ചത്. തൂഫാൻ 2K26 അറ്റ് മാർബീസിൽ സേനാപതി എന്ന പേരിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പടുകൂറ്റൻ ബാനർ ടൗണിൽ അനാച്ഛാദനം ചെയ്തു. ഫുട്ബോൾ മാത്രമാണ് ഞങ്ങളുടെ ലഹരി, മറ്റൊരു ലഹരിയും ഞങ്ങൾക്കില്ല എന്ന ശക്തമായ പ്രഖ്യാപനമാണ് വിദ്യാർത്ഥികൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന ലഹരി പോലുള്ള ദുഷ്പ്രവണതകളിൽ നിന്ന് അകറ്റി നിർത്താൻ കായിക വിനോദങ്ങൾക്ക് കഴിയുമെന്ന വലിയൊരു സന്ദേശം ഈ ക്യാമ്പയിൻ നൽകി. ലോകം മുഴുവൻ ഫുട്ബോളിന്റെ ഇപ്പൊ കണ്ടില്ലേ, ഇതേപോലെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ദേശ, രാജ്യ, ഭാഷ, അതുപോലെ സാമ്പത്തിക വൈവിധ്യങ്ങളൊന്നുമില്ലാതെ, ഭേദഭാവങ്ങളൊന്നുമില്ലാതെ ലോകം ഒരുമിച്ച് ആഘോഷിക്കുന്ന, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ആഘോഷമാണ്, നമ്മുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു ആഘോഷമാണ് ഫുട്ബോൾ എന്ന് നമുക്കറിയാം. സേനാപതി സ്കൂളിൽ നമുക്ക് ഇതേപോലെ വളരെ ആവേശമാണ് കുട്ടികൾക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ടീമുണ്ട്, നമ്മൾ സംസ്ഥാന തലത്തിലൊക്കെ പോയി കളിക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു, തൂഫാൻ എന്നുള്ള പേരിൽ ലഹരിക്കും കൂടി എതിരായിട്ട് ഒരു പ്രോഗ്രാം നടത്താമെന്ന് ഫുട്ബോളിനോടനുബന്ധിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു വലിയ ഒരു സംഭവമായിട്ട് മാറി. റാലിക്ക് ശേഷം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങൾ ആവേശം ഇരട്ടിയാക്കി. 1000 ഗോളുകൾ പിറന്ന പെനാൽറ്റി ഷൂട്ടൌട്ടും വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ തമ്മിലുള്ള സൗഹൃദപരമായ ഫാൻ ഫൈറ്റ് മത്സരങ്ങളും കാണികളിൽ ആവേശം നിറച്ചു. പ്രദേശത്തെ പ്രമുഖ ക്ലബ്ബുകളും സ്ഥാപനങ്ങളും ഈ മത്സരങ്ങളിൽ സജീവമായി പങ്കുചേർന്നു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ, ഉടുമ്പൻചോല പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കായികാധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് വിപുലമായ നേതൃത്വം നൽകി. ഫുട്ബോളിന്റെ മാസ്മരിക ആരവത്തിലൂടെ ഒരു നാടിനെ മുഴുവൻ നന്മയുടെയും കായികക്ഷമതയുടെയും പാതയിലേക്ക് നയിച്ച ഈ വേറിട്ട പരിപാടി ഇടുക്കി മലയോര മേഖലയ്ക്ക് തന്നെ പുതിയൊരു മാതൃകയാണ് സമ്മാനിച്ചിരിക്കുന്നത്. സിറ്റി വിഷൻ, രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 1,07,120 രൂപ, വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഗമൺ വരാട്ടുമെട്ടിൽ ഭൂമാഫിയയുടെ അനധികൃത കയ്യേറ്റം നടക്കുന്നതായി പരാതി. റവന്യൂ ഭൂമി കയ്യേറി റിസോർട്ടും കൃഷിയും നടത്തുകയാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള കയ്യേറ്റക്കാർ. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച റോഡിൽ ഉപേക്ഷിച്ചു. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠൻ ചികിത്സയിൽ. ഇടുക്കിയിൽ ലഹരി മാഫിയയുടെ അടിവേരിളക്കി ഓപ്പറേഷൻ തൂഫാൻ. വെറും 18 ദിവസം അഴികൾക്കുള്ളിലായത് 177 പേർ. സംസ്ഥാന ബഡ്ജറ്റ്
ബജറ്റിൽ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന് പുതുതായി ലഭിച്ചത് ചെറുതും വലുതുമായ 38 നിർമ്മിതികൾ. പ്രളയത്തിൽ തകർന്ന കോട്ടാർ പാലവും സേനാപതി ഇല്ലിപ്പാലവും പുനർനിർമ്മിക്കുന്നതാണ് വലിയ പദ്ധതികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.